വാട്ട് ഈസ് ദ ബയേഴ്സ് പ്രോസസ്? ബയേഴ്സ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആദ്യം ഒരു ചെറിയ അഗ്രിമെന്റ് ഉണ്ട്, നമ്മൾ നിങ്ങളായിട്ട് ഒരു ചെറിയ അഗ്രിമെന്റ് ഉണ്ട്. ആ അഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷം ചെറിയൊരു എമൗണ്ട് നമുക്ക് തരുമ്പോഴാണ് നിങ്ങൾ ഒഫീഷ്യലി ക്ലയന്റ് ആയി മാറുന്നത്. ഒഫീഷ്യലി ക്ലയന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ 1-2 മീറ്റിംഗ് സ്ട്രാറ്റജി മാത്രമേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. സ്ട്രാറ്റജി ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് നിങ്ങൾക്ക് തെറ്റുപറ്റാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ളത്. സാധാരണക്കാർക്ക് അത് അറിയില്ല. നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മൾ സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ആ സ്ട്രാറ്റജിയിൽ നമ്മൾ ഗോൾസ്, നിങ്ങളുടെ ബഡ്ജറ്റ്, ബോറോയിങ് കപ്പാസിറ്റി, നിങ്ങളുടെ റിസ്ക് ടീറ്റ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഒരു സ്ഥലം ഡിസൈഡ് ചെയ്യണം. ലെറ്റ്സ് ബൈ ഇൻ ക്യൂൻസ്ലാൻഡ് അല്ലെങ്കിൽ ലെറ്റ്സ് ബൈ ഇൻ വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെറ്റ്സ് ബൈ എ ഹൈ ഈൽഡ് പ്രോപ്പർട്ടി ഇൻ ക്യൂൻസ്ലാൻഡ് എന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ നമ്മുടെ ടീം റിസർച്ച് ആരംഭിച്ച് അവിടെ തന്നെ നമ്മൾ 1-2 ടൗൺസ് ചൂസ് ചെയ്യും. ആ ടൗൺസ് ചൂസ് ചെയ്തിട്ട് അവിടെ നമ്മൾ സെർച്ച് ആരംഭിക്കും. സെർച്ചിൻ്റെ ഇടയിൽ ഒരു 2 പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആ 2 പ്രോപ്പർട്ടി നമ്മളൊരു എക്സൽ ഫയൽ ഇട്ടിട്ട് സൈഡ് ബൈ സൈഡ് എന്താണ് വരവ്, എന്താണ് ചെലവ്, അതിൻ്റെ റിസ്ക് എന്താണ്, അതിൻ്റെ കറണ്ട് വാല്യൂഷൻ എത്ര, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിലുണ്ടാവും. അത് രണ്ടും കൂടി കമ്പയർ ചെയ്യും. അങ്ങനെ എയും ബിയും അല്ലെങ്കിൽ ABCD കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അതിൽ റാങ്ക് 1, റാങ്ക് 2, റാങ്ക് 3 ഡിസൈഡ് ചെയ്തത്. എന്നിട്ട് റാങ്ക് 1-ന് ആദ്യം നമ്മൾ ഓഫർ കൊടുക്കും. അപ്പോൾ അതിന് നമ്മൾ സംസാരിക്കുന്നതൊക്കെ നമ്മളാണ്, നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളാണ് ഏജന്റ് സംസാരിക്കുന്നത്, നമ്മളാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്, നമ്മളാണ് പ്രൈസ് വരുന്നതും പോകുന്നതും ആ കാര്യങ്ങളൊക്കെ നമ്മളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്ലാൻ ഓഫർ കൊടുക്കാനാണ്. ഓഫർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഓഫർ കൊടുക്കണം. ഓഫർ കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ അയച്ചിട്ടും അത് നമ്മൾ കോർഡിനേറ്റ് ചെയ്യും. ഇതിൻ്റെയൊക്കെ സൈൻ ചെയ്തതിന് മുമ്പായിട്ട് നമ്മളൊരു കൺവെൻസറെ കൊണ്ടോ സോളിസിറ്ററെ കൊണ്ടോ വായിപ്പിച്ച് നോക്കണം. ആ കൺവെൻസറെ കൊണ്ട് വായിപ്പിച്ച് നോക്കുക എന്നുള്ളതൊരു ചടങ്ങ് തന്നെയാണ്. കാരണം പലപ്പോഴും കൺവെൻസറെ നമ്മൾ കറക്റ്റ് സമയത്ത് കിട്ടില്ല. കാരണം ഇതൊക്കെ ബിസി മാർക്കറ്റിലാണെങ്കിൽ ഇതൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ലിസ്റ്റ് ഓഫ് സോളിസിറ്റേഴ്സ് എല്ലാ ടൗണിലും ഉണ്ട്. അതിൽ നിന്ന് ഒരാൾ ചൂസ് ചെയ്തിട്ട് വായിക്കുക, അവർക്ക് ഫ്രീ അല്ലെങ്കിൽ അടുത്ത ആളെ കൊണ്ട് വായിപ്പിക്കുക. അതിനുശേഷം അവർ യെസ് പറഞ്ഞാൽ നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു. കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ തീരുന്നില്ല. പിന്നെ നമുക്ക് അഡ്വാൻസ് അയച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ടർ അറേഞ്ച് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ഷനൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഇത് നമ്മൾ അറേഞ്ച് ചെയ്യും. സോളിസിറ്റർക്കുള്ള പൈസ നിങ്ങൾ കൊടുക്കണം, പെസ്റ്റ് ഇൻസ്പെക്ടർക്കും ബിൽഡിംഗ് ഇൻസ്പെക്ടറുടെ പൈസ നിങ്ങൾ കൊടുക്കണം. നമ്മൾ കോർഡിനേറ്റ് ചെയ്യും. അപ്പോൾ ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ നടന്നു. ഈ ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഒരു ചെറിയ പ്രോസസ്സ് എന്ന് വെച്ചാൽ പല സ്ഥലത്തും പല പോലെയാണ്. പരത്തിലേക്കാണെങ്കിൽ നമുക്ക് സബ്ജക്ട് ടു ഓൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഷുഡ് ബി ഇൻ വർക്കിംഗ് ഓർഡർ, അങ്ങനെ വെക്കാം. ഓൾ ഗ്യാസ് എക്യുപ്മെന്റ് ഷുഡ് ബി ഇൻ വർക്കിംഗ് ഓർഡർ, അങ്ങനെയൊക്കെ വെക്കാം. അപ്പോൾ ഓരോ സ്ഥലത്തും ഒരേ മാതിരിയാണ് നമ്മൾ പ്രോസസ്സസ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ലിസ്റ്റ് അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഓക്കെ ചേട്ടാ, ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, യു ഹാവ് ടു ഫിക്സ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു നെഗോഷിയേഷൻ അതിന് ശേഷം ഉണ്ട്. അപ്പോൾ അത് നടക്കും. അതിനുശേഷം സെറ്റിൽമെന്റ് മുമ്പായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ, അതായത് ഒരു ഫൈനൽ ഇൻസ്പെക്ഷൻ ഉണ്ട്. സെറ്റിൽമെന്റിന് മുമ്പായിട്ട് നിങ്ങൾ വാടക കൊടുക്കാനുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി മാനേജർ വെക്കണം. അതും നമ്മൾ സഹായിക്കും. നമ്മൾ സഹായിക്കാൻ നമ്മൾ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യും. നമ്മുടെ 4-5 കോട്ട് ഉണ്ടാവും. ആ കോട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് സഹായിക്കും. കാരണം ഇതൊക്കെ ഒരു എക്സൽ ഷീറ്റ് നമുക്ക് ഫോർമാറ്റ് ഉണ്ട്. അതിലെല്ലാം ഇട്ട് വരുമ്പോൾ മനസ്സിലാവും പ്രോപ്പർട്ടി മാനേജർ A ആണോ നല്ലത്, B ആണോ നല്ലത്, C ആണോ നല്ലത്. കാരണം അതിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. ലെറ്റിംഗ് ഫീസ്, റീലെറ്റിംഗ് ഫീസ്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൺഫ്യൂസ് ആയി പോകും. അതിന് നമ്മളൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം പ്രകാരം നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമുണ്ട്. ആരാണ് ഏറ്റവും ബെറ്റർ, A ആണോ, B ആണോ, C ആണോ എന്നുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി മാനേജർ, അന്ന് മുതൽ പ്രോപ്പർട്ടി മാനേജർ ടേക്ക് കെയർ ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ്. അത് കഴിഞ്ഞാണ് സെറ്റിൽമെന്റ് വരുന്നത്. സെറ്റിൽമെന്റ് മുമ്പായിട്ട് ഒരു ഫൈനൽ ഇൻസ്പെക്ഷൻ അത് നമ്മൾ അറേഞ്ച് ചെയ്യും. സെറ്റിൽമെന്റ് ശേഷം വാടകക്കാരെ ഇല്ലെങ്കിൽ നമുക്ക് അവർ പ്രോപ്പർട്ടി മാനേജർ പരസ്യം ചെയ്യുമെങ്കിലും ആ ഒരു 2-3-4 ആപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നിങ്ങളും കൂടി ഇരുന്നിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം ഏതാണ് നല്ലത്, A ആണോ നല്ലത്, B ആണോ നല്ലത്, നമുക്ക് ഡിസ്കസ് ചെയ്യാനും നമ്മൾ സഹായിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ പ്രോസസ്സ്. സ്ട്രാറ്റജി സെഷൻ ഉണ്ട്, റിസർച്ച് ഉണ്ട്, ലൊക്കേഷൻ സെലക്ഷൻ ഉണ്ട്, പ്രോപ്പർട്ടി ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ട്, ഡ്യൂ ഡിലിജൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നെഗോഷിയേഷൻ ഉണ്ട്, പിന്നെ സെറ്റിൽമെൻറ്റിൻ്റെ സപ്പോർട്ടും ഉണ്ട്. ഇതാണ് ടോട്ടൽ പ്രോസസ്സ്.